ഇറാൻ ഒരു ഭാഗത്തും US-ഉം ഇസ്രയേലും മറ്റൊരു ഭാഗത്തും തമ്മിലുള്ള യുദ്ധം കനക്കുകയാണ്. അതിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് യുദ്ധത്തെക്കുറിച്ചുള്ള വിശകലനം, ആ യുദ്ധത്തെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് ശക്തികൾ തമ്മിലുള്ള യുദ്ധം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു മതപരമായ ആംഗിളിലൂടെ കാണാനാണ് ഇന്ത്യയിലെ പല ബുദ്ധിജീവികളും ശ്രമിക്കുന്നത്. അതിനെ സുന്നി ഷിയ ഭേദമില്ലാതെ തന്നെ ഒരു ഉമ്മത്ത് എന്ന തലത്തിലേക്ക്, അതായത് ലോകത്തെ 200ഓളം കോടി മുസ്ലിങ്ങൾ ഒരുമിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച്. അപ്പം നമ്മുടെ രാജ്യമല്ല വലുത്, ഉമ്മത്താണ് വലുത് എന്നുള്ള രീതിയിലുള്ള ചില പ്രചരണങ്ങൾ ചില മത നേതാക്കളും ചില ബുദ്ധിജീവികളും അതുപോലെ തന്നെ ചില രാഷ്ട്രീയ നേതാക്കളും പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഇറാനെ ഇന്ത്യ സഹായിച്ചില്ല, ഇറാൻ ഇന്ത്യയുടെ സഹായിയാണ്, അല്ലെങ്കിൽ ഇറാൻ ഇന്ത്യയുടെ അടുപ്പമുള്ള രാജ്യമാണ്. അതേപോലെ തന്നെ നമുക്കറിയാം ഇസ്രായേലും നമ്മളോട് അടുപ്പമുള്ള രാജ്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ന്യായതകൾ നോക്കിയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. ആര് എവിടെ നിൽക്കുന്നു എന്ന് നോക്കിയിട്ടല്ല തീരുമാനിക്കേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളൊരു ശാക്തിക ശരിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ആഗോളതലത്തിലുള്ള നമ്മുടെ യുദ്ധത്തിന്റെ കാലാവസ്ഥയിലും അല്ലാത്ത കാലാവസ്ഥയിലും നമ്മുടെ നയതന്ത്ര സമീപനത്തെക്കുറിച്ച് ഡോക്ടർ കെ ജയപ്രസാദ് അദ്ദേഹം വിശദീകരിക്കുകയാണ്. കേരള കേന്ദ്ര സർവകലാശാല മുൻ പ്രൊവൈസ് ചാൻസലറാണ് ഡോക്ടർ ജയപ്രസാദ്. നമസ്കാരം. ഇറാനിലെ പരമാചാര്യൻ ആയത്തുള്ള ഖമനിയുടെ കൊലപാതകത്തെ ഇന്ത്യ അപലപിച്ചില്ല എന്നുള്ള ഒരു പരാതിയാണ് ആദ്യം തന്നെ ഇന്ത്യയിലെ പ്രതിപക്ഷം ഉയർത്തിയത്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഷിയ മുസ്ലിങ്ങൾ അനുകൂലമായിട്ട് ഖമൈനിക്ക് അനുകൂലമായിട്ട് പ്രകടനം നടത്തിയതിന് ആരും എതിർത്തിരുന്നില്ല. ഇന്ത്യയിലെ പ്രകടനങ്ങളൊക്കെ പൊതുവെ സമാധാനപരമായിരുന്നു. അതേസമയത്ത് പാകിസ്ഥാനിലെ ഷിയാക്കളുടെ പ്രകടനം അക്രമാസക്തമായിരുന്നു. പക്ഷെ ഇന്ത്യ ഭാഗം പിടിച്ചില്ല എന്നുള്ളൊരു നിലപാടാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം കൈക്കൊണ്ടത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇറാൻ US ഇസ്രായേൽ വാർ ആരംഭിച്ചിട്ട് ഏതാണ്ട് 21 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഫെബ്രുവരി 28-നാണ് തുടക്കം കുറിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ യുദ്ധം എന്ന് പറയുന്നത് ഇതിന് മുമ്പ് നടന്ന, അതായത് 2025 ജൂൺ മാസത്തിൽ നടന്ന യുദ്ധത്തിന്റെ ഒരു കണ്ടിന്യൂഷനാണ്. ഞാനത് മനസ്സിലാക്കുന്നത്, ഒരു തന്ത്രപരമായി അമേരിക്ക അന്ന് ഇറാനെ ആക്രമിക്കുകയും ഇറാൻ അന്ന് ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തെ ആക്രമിക്കുകയൊക്കെ ചെയ്ത സാഹചര്യമുണ്ടായി. അത് ഒരു പശ്ചിമേഷ്യയിൽ കുറച്ചുകൂടി അനുയോജ്യമായ സാഹചര്യം ഒരുങ്ങാനായിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കാത്തിരുന്നതാണ്. അപ്പം അങ്ങനെയാണ് ഈ ഫെബ്രുവരി 28-ന് ഇസ്രയേലിന്റെ നേതൃത്വത്തിൽ അമേരിക്കയുടെ പിന്തുണയുടെ ആക്രമണം തുടങ്ങുന്നത്. അപ്പൊ ഇതില് അവരുടെ ഭരണഘടനാ സംവിധാനത്തെ, അവരുടെ രാജ്യത്തിന്റെ പരമോന്നത നേതാവ് എന്ന് പറയുന്ന അലി ഖമേനി, അദ്ദേഹത്തിന്റെ കൊലപാതകത്തെ ഇന്ത്യ ഔദ്യോഗികമായി അപലപിച്ചിരുന്നില്ല. പിന്നീട് നമ്മൾ ഔദ്യോഗികമായി ഗവൺമെന്റിന്റെ തലത്തിൽ മാത്രം അപലപിച്ചില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ വിദേശ മന്ത്രാലയം ഇറാന്റെ എംബസിയിൽ ചെന്ന് അതിന് 5 ദിവസത്തിന് ശേഷം നമ്മൾ നമ്മുടെ ഒരു അനുശോചനം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ തരത്തിൽ അതിനെ വേണ്ടി കാണാം. പക്ഷെ നമ്മളിവിടെ എടുത്തു പറയേണ്ടത്, ഏതാണ്ട് 57 ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. ഇതിൽ എത്ര ഇസ്ലാമിക രാജ്യങ്ങളാണ് അലി ഖമേനിയുടെ കൊലപാതകത്തെ അപലപിച്ചത്? 1 ഡസനധികം രാജ്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് എണ്ണാം. ആ തരത്തില് ബഹുഭൂരിപക്ഷം അറബി രാജ്യങ്ങളും അലി ഖമേനിയുടെ കൊലപാതകത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം, ഈ യുദ്ധം നടക്കുന്നത് അമേരിക്കയും ഇസ്രയേലും ഒരു ഭാഗത്തെയും ഇറാൻ മറുഭാഗത്തും ആണെങ്കിലും ഇറാൻ ഏകപക്ഷീയമായിട്ട് ഗൾഫിലെ മറ്റ് 6 രാജ്യങ്ങൾ, അതായത് അറബി രാജ്യങ്ങൾ എന്ന് പറയുന്ന ഗൾഫിലെ സാമാന്യം സമ്പന്നമായ രാജ്യങ്ങൾ, ഭാരതത്തെ സംബന്ധിച്ച് നമ്മുടെ 95 ലക്ഷത്തിലധികം ഇന്ത്യക്കാര്, അതിൽ തന്നെ കേരളത്തിൽ ഏതാണ്ട് 28 ലക്ഷത്തോളം ഇന്ത്യക്കാർ താമസിക്കുന്നതാണ് ഈ 6 രാജ്യം. ഈ 6 രാജ്യങ്ങളെയും ഏകപക്ഷീയമായി യുദ്ധം തുടങ്ങുന്ന ദിവസം തന്നെ ഇറാന്റെ പ്രതികരണം ഈ 7 രാജ്യങ്ങളും തൊട്ടടുത്ത് കിടക്കുന്ന ജോർഡാനിലുമാണ് ഇറാൻ ആക്രമിക്കുന്നത്. അതുകൊണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ആദ്യം ഒരു അമേരിക്കൻ സൈനിക ആസ്ഥാനങ്ങൾക്ക് നേരെ സൈനിക ആസ്ഥാനം എന്ന് പറയാൻ കഴിയും. കാരണം ഉദാഹരണത്തിന് UAE-യിലും ഖത്തറിലും ബഹ്റൈനിലും ഒക്കെ ആദ്യ ദിവസങ്ങളിൽ ഇറാൻ ആക്രമിച്ചത് സൈനിക കേന്ദ്രത്തിലായിരുന്നു. അപ്പൊ അവര് സിവിലിയൻ കേന്ദ്രങ്ങളിൽ തന്നെയാണ്. പക്ഷെ അവിടെ ഇന്റർസെപ്റ്റർ കറക്റ്റായിട്ട് അവരുടെ ഡിഫൻസ് സിസ്റ്റം, മിസൈൽ ഡിഫൻസ് സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ട് അപകടങ്ങളുടെ തോത് കുറഞ്ഞതേ ഉള്ളൂ. പക്ഷെ നിരന്തരം ഭീതി ഉണ്ടാക്കാനും ജനങ്ങളുടെ അവരുടെ ശാന്തി സമാധാനത്തെയും തടയുന്ന, ആ തരത്തിൽ നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനത്തിൽ ഇറാൻ അന്നും ഇന്നും
വളരെയധികം ഉത്കണ്ഠാകുലരാണ്. കാരണം ഈ രാജ്യങ്ങളൊന്നും യുദ്ധം നേരിട്ട രാജ്യങ്ങളല്ല ആ തരത്തില്. അപ്പൊ അവര് ഇപ്പൊ സൗദി അറേബ്യ ഹൂതികളിൽ നിന്ന്, ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതികളിൽ നിന്ന് സൗദി അറേബ്യ മിസൈൽ ആക്രമണങ്ങളൊക്കെ നേരിടുന്ന രാജ്യമാണ്. പക്ഷേ ഇറാനാണെന്ന് ഏറ്റവും അധികം ഇങ്ങനത്തെ തീവ്രവാദ ഗ്രൂപ്പുകൾ. അല്ല, അതിനെ നമ്മളിപ്പോ ഇന്റർനാഷണൽ പോളിസി പറഞ്ഞ പ്രോക്സീസ് എന്നാ പറയുന്നത്. അപ്പൊ ഇറാൻ എന്ന് പറയുന്നത് അമേരിക്ക ഒരു ആഗോള തലത്തിലെ പോലീസുകാരൻ ഒരു വില്ലൻ റോളാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ലോക സമാധാനത്തിന് തന്നെ അമേരിക്ക പലപ്പോഴും ഒരു ചലഞ്ചാണെങ്കിൽ, ഈ വെസ്റ്റ് ഏഷ്യയിലെ ചലഞ്ചാണ് ഇറാൻ. കാരണം ഇറാൻ 1979 അവിടുത്തെ ഈ ഇസ്ലാമിക് റവല്യൂഷണറി ഭരണകൂടം വന്നത് മുതൽ ഈ മേഖലയിൽ, വിശേഷിച്ചും അവിടുത്തെ പ്രധാന രാജ്യങ്ങൾ, അറബി രാജ്യങ്ങൾ എന്ന് പറയുന്ന സുൽത്താനേറ്റുകളാണ്, രാജഭരണമുള്ള. ഈ രാജഭരണമുള്ള സർക്കാരുകളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അതിൽ രാജഭരണത്തിനെതിരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലെ തന്നെ അവരുടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗവൺമെന്റ് ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന സംഘടനയുണ്ടല്ലോ, ഈജിപ്റ്റ് കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ആ കാഴ്ചപ്പാടുള്ളവരാണ്. അതായത് പരമ്പരാഗത രാജവാഴ്ചയോ അല്ലെങ്കിൽ സുൽത്താനേറ്റോ ഒന്നും അവർ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതിനെ അട്ടിമറിച്ചുകൊണ്ടുള്ള അവരുടേതായ വിപ്ലവ ഗവൺമെന്റ് എന്നുള്ളതാണ്. അപ്പോൾ ആ വിപ്ലവ ഗവൺമെന്റ് സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ മേഖലയിലാകെ, ഇപ്പൊ വെസ്റ്റ് ഏഷ്യൻ മേഖലയിലാകെ അസ്ഥിരത പടർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇറാൻ ചെയ്തത് പ്രോക്സികളെ പിന്തുണയ്ക്കായിരുന്നു. അപ്പം ഇറാന്റെ സൈനികവും സാമ്പത്തികമായ സഹായത്തോടെയാണ് ഉദാഹരണത്തിന് ആദ്യ കാലഘട്ടത്തിൽ PLOയ്ക്ക് പിന്തുണ കൊടുത്തിരുന്നു. പിന്നീട് PLOയ്ക്കെതിരായിട്ട് ഹമാസിന് പിന്തുണ കൊടുക്കുന്നു. ലെബനനിലെ ഹിസ്ബുള്ള, അതിലെ ഹിസ്ബുള്ളയും എല്ലാവരും ഷിയാക്കാരല്ല, സുന്നി വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അതുപോലെ ഹൂതികൾ യമൻ രണ്ടായി വിഭജിച്ച് നിൽക്കുന്ന രാജ്യമാണ്. അതിൽ ഒരു ഭാഗം ഇന്ന് ഹൂതികളുടെ കയ്യിലിരിക്കുന്ന പ്രദേശം ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതികളുടെ ഭാഗത്തും, മറ്റേത് നമ്മളിപ്പോൾ ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള യമൻ എന്ന് പറയുന്ന അത് സൗദി അറേബ്യയുടെ പിന്തുണയിലാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ആ അനിശ്ചിതത്വത്തിലാണ് ഇന്നും ആ മേഖല. അതുപോലെ ഈ സിറിയക്കകത്തും ഇറാഖിലുമൊക്കെ ഷിയ മിലീഷ്യകൾ, പിന്നെ ISIS പോലെയുള്ള പല ഗ്രൂപ്പുകൾക്ക്, അൽഖ്വയ്ദ പോലെയുള്ള തീവ്രവാദ സംഘടനകൾക്കൊക്കെ തന്നെ ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ടുള്ള പിന്തുണ അന്നും ഇന്നും ഇറാന്റെ ഭരണകൂടം നൽകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ കൂടുതലും ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലെ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ എടുക്കുന്ന കാഴ്ചപ്പാടുകൾ ഏത് അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ പലരും പറയുന്നത് ഇറാനിൽ മനുഷ്യാവകാശ ലംഘനം ഇസ്രായേൽ നടത്തുന്നു, അല്ലെങ്കിൽ അമേരിക്ക നടത്തുന്നു, ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇവർ ആക്ച്വലി മനുഷ്യാവകാശത്തിന്റെ വക്താക്കളായിരുന്നെങ്കിൽ ഇറാനിലെ ഏറ്റവും അധികം മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഇറാനിലെ മതഭരണകൂടം നടത്തിയത്. ഏറ്റവും ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തുക, അതിന്റെ മതത്തിന്റെ അന്ധത കൊണ്ട് അവർ ഇനി കന്യകകളായിട്ട് അവർ മരിക്കരുത് എന്ന് കരുതിയിട്ട് അവർക്ക് നേരെ പീഡനങ്ങൾ നടത്തിയതിനു ശേഷം കൊലപാതകങ്ങൾ നടത്തുക, അത്രയുള്ള ഏറ്റവും ക്രൂരമായ കൊലപാതകങ്ങളും അക്രമങ്ങളൊക്കെ നടത്തിയ സമയത്ത്, അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയ സമയത്ത് അതിനെ അപലപിക്കാൻ ആരും തയ്യാറായിട്ടില്ല. അപ്പൊ ഇവിടെ സെലക്റ്റീവായിട്ടാണ് പലരും ഈ പ്രശ്നങ്ങളെ സമീപിക്കുന്നത്. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ട്രൈബൽ ചിന്താഗതിയിലേക്കാണ് ഇവരൊക്കെ തന്നെ, ഒരു ഉമ്മത്ത് എന്നുള്ള രീതിയിലേക്കാണ് ഇവരൊക്കെ തന്നെ ചിന്തിക്കുന്നത്. 200 കോടി ഒരു മതത്തിലെ ആളുകളെ ലോകത്തെ മുഴുവൻ. പക്ഷെ ഇതിൽ ആരാ ഉള്ളത്? ഇപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇസ്ലാമിക രാജ്യങ്ങളിൽപ്പെട്ട ആളുകൾ ആരും ഇതിലില്ല, വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു സമീപനമാണ് ഇപ്പം. അതിൽ നമുക്ക് ഗാസയിലെ വിഷയത്തിലാണെങ്കിലും ഇതേ രീതിയിലാണ്. ഏറ്റവും അധികം ഇസ്രായേൽ നടത്തുന്ന ക്രൂരതകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ വന്നു. പക്ഷെ തിരിച്ച് നടത്തിയിരിക്കുന്ന, അതായത് 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ കയറിയിട്ട് ഹമാസ് നടത്തിയ ക്രൂരതകൾ, അവരെ സ്ത്രീകളെ മാനഭംഗം ചെയ്തു, കൊലപ്പെടുത്തി, അവരതിനെ അന്ന് അവിടെ ആഘോഷിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവരെയൊക്കെ ഏറ്റവും തടങ്കൽ പാളയങ്ങളിൽ, അണ്ടർഗ്രൗണ്ടിൽ, ചെറിയ റൂമിൽ ഒരാൾക്ക് കുനിഞ്ഞിരിക്കാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രം 1.5 കൊല്ലമൊക്കെ താമസം, പലരും മരിച്ചു. ഇത്രയും ശാരീരികമായ അവസ്ഥകളുണ്ട്. അപ്പൊ ഇത്രയധികമുള്ള മനുഷ്യാവകാശങ്ങളെ ഒന്നും ഹൈലൈറ്റ് ചെയ്യാൻ തയ്യാറായില്ല. ഇപ്പൊ തന്നെ ഏറ്റവും ഒടുവിൽ ഇപ്പൊ ഇറാനിൽ ആശുപത്രിക്ക് ആക്രമണം നടത്തി എന്ന് പറയുന്ന അതേ ആളുകൾ തന്നെ അഫ്ഗാനിസ്ഥാനിലെ ആശുപത്രിക്ക് നേരെ പാകിസ്ഥാൻ ആക്രമണം നടത്തുകയാണ്. 400ഓളം പേർ കൊല്ലപ്പെടുന്നു, 240 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. അതിനെതിരായിട്ട് വലിയൊരു ചലനങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പം നമ്മളുടെ ഒരു കാഴ്ചപ്പാടുകൾ വളരെ സെലക്റ്റീവ് ആകുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു മറ്റു ചില ഗൂഢലക്ഷ്യങ്ങളോട് കൂടിയാണ് അന്താരാഷ്ട്ര പ്രശ്നങ്ങളെ നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റും. ഇസ്ലാമിക വിഷയങ്ങളിൽ ഇന്ത്യ സ്വീകരിക്കുന്ന സമീപനം, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന സമീപനം തുടക്കം മുതൽ തന്നെ ഒരു തരത്തില് ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് നമ്മൾ നോക്കണം. കാരണം
നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഉദാഹരണത്തിന് ഇന്ത്യയുടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളോടുള്ള സമീപനത്തിൽ അല്ലെങ്കിൽ ഇറാനും പശ്ചിമേഷ്യയിലെ മറ്റ് 6 രാജ്യങ്ങളിൽ നിന്ന് യുദ്ധമുഖത്താണ്. ഇറാന്റെ ഏറ്റവും കൂടുതൽ ആക്രമണം നേരിടുന്നുണ്ട്. അപ്പൊ ആ രാജ്യത്തിനോടൊപ്പം ഇന്ത്യ നിൽക്കേണ്ടത് ഇന്ത്യയുടെ യഥാർത്ഥത്തിൽ രാജ്യ താല്പര്യമാണ്. കാരണം 95 ലക്ഷം ഇന്ത്യക്കാർ അവിടെ ജീവിക്കുന്നു. അപ്പൊ ഇന്ത്യ ഈ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ സ്വീകരിക്കുന്ന നയം പൂർണ്ണമായിട്ടും നമ്മുടെ രാജ്യ താല്പര്യം നോക്കുകയാണ്. പക്ഷെ നമ്മുടെ മുഖ്യ പ്രതിപക്ഷവും ഇന്റലക്ച്വൽസ് എന്ന് നമ്മൾ കരുതുന്നവരും ഒക്കെ സ്വീകരിക്കുന്ന നയം പ്രധാനമായിട്ട് അതിനകത്ത് നമുക്ക് 2-3 ഡിവിഷൻസ് ഉണ്ട്. ഒന്ന്, പൊളിറ്റിക്കൽ പാർട്ടി കോൺഗ്രസും അല്ലെങ്കിൽ CPM പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നത് തികച്ചും വോട്ട് ബാങ്കിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ മറ്റു ചില മതവിഭാഗങ്ങൾ സ്വീകരിക്കുന്ന മതത്തിന്റെ തലത്തിൽ നിന്നിട്ടാണ്. പക്ഷെ ഇവർ സംയുക്തമായി ഒരേ അഭിപ്രായത്തിലേക്ക് വരുന്നുണ്ട് നമ്മളവരും. പക്ഷെ രണ്ടുപേരുടെ ലക്ഷ്യം രണ്ടാണ്. ഇത് 1947 മുതൽ ഇന്ത്യ സ്വീകരിച്ച നയമാണ്. 1947 ഇസ്രയേൽ രൂപീകരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടന ആണ് ഡിവൈഡ് ചെയ്തത്. ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാൻ രൂപീകരിക്കുന്ന അതേ വർഷത്തിൽ അതേ മാസത്തിലാണ് ഇസ്രയേൽ രൂപീകരിക്കുന്നത്. അപ്പൊ ഇന്ത്യ ഔദ്യോഗികമായി ഇന്ത്യയിലെ പാർട്ടീഷനെ അംഗീകരിച്ച നെഹ്റുവിന്റെ സർക്കാർ പാലസ്തീനിലെ പാർട്ടീഷനെ അംഗീകരിച്ചില്ല. പിന്നെ 1950 ശേഷമാണ് നമ്മൾ ഇസ്രയേലിനെ അംഗീകരിച്ചുവെങ്കിൽ നമ്മൾ 92 വരെ യാതൊരു നയതന്ത്ര ബന്ധവും നമുക്കുണ്ടായിരുന്നില്ല. അതിൽ ഞങ്ങളൊക്കെ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് പഠിക്കുമ്പോൾ നമ്മളൊക്കെ പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ താല്പര്യം മാനിച്ചിട്ടാണ് നമ്മൾ ഇസ്രയേലിനെ നയതന്ത്ര ബന്ധം നമ്മൾ തുടങ്ങാത്തത്. അപ്പോൾ 1991 സോവിയറ്റ് യൂണിയൻ തകരുകയും ഇന്ത്യക്ക് അഖില ലോക തലത്തിൽ നമ്മുടെ ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു വൻശക്തി പിന്തുണയില്ലാതെ വന്ന ഒറ്റപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്കറിയാം 90-ല് നമ്മുടെ 90 നമ്മള് സ്വർണം കൊണ്ട് വിറ്റ ചന്ദ്രശേഖരനെയും അതുപോലെ നരസിംഹറാവുവിന്റെ ആദ്യ വർഷങ്ങളിൽ ആ കാലഘട്ടത്തിലാണ് ഇത് വരുന്നത്. അന്നേരം ഒരു പ്രായോഗിക സമീപനത്തിലൂടെ നരസിംഹറാവു സർക്കാരാണ് ഇസ്രയേലുമായിട്ട്, കാരണം നമുക്ക് അമേരിക്കയുമായിട്ട് അല്ലെങ്കിൽ ആധുനിക വെസ്റ്റേൺ ലോകവുമായിട്ട് കൂടുതൽ അടുക്കണമെങ്കിൽ ഇത് അനിവാര്യമായി വന്നു. കാരണം നമ്മുടെ നയം മാറ്റേണ്ടി വന്നു. പക്ഷെ അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു 1971 യുദ്ധത്തിൽ, പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ റഷ്യ നമ്മളെ സഹായിച്ചു, അല്ലെങ്കിൽ സഹായിക്കാമെന്ന് പറഞ്ഞു. അമേരിക്കൻ 7ാം കപ്പൽപ്പട വന്ന സമയത്ത് റഷ്യ ഉള്ളത് കൊണ്ട് പിന്മാറി എന്നൊക്കെയുള്ള ഇതുണ്ടല്ലോ. പക്ഷെ അന്നും ഇസ്രായേലിന്റെ തന്ത്രപരമായ സൈനിക സഹായം നമുക്ക് ലഭിച്ചിരുന്നു എന്നുള്ള ഒരു അല്ല, നമ്മള് 71 യുദ്ധത്തില് ഇസ്രായേലിന്റെ പിന്തുണ തേടിയിരുന്നു. അതൊരു നമുക്ക് ടെക്നിക്കലായിട്ട് ഉള്ള ഇതേ പറയാൻ പറ്റുള്ളൂ. ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തെക്കാൾ ഉപരി ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളുടെ ഒരു ഡിമാൻഡ് അവര് അക്സെപ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. സോവിയറ്റ് യൂണിയൻ നമ്മളെ സഹായിച്ചത് സോവിയറ്റ് യൂണിയന്റെ ഒരു മൗലികമായ ധാർമ്മിക തലത്തിൽ നിന്നല്ല. 1971 ഓഗസ്റ്റ് മാസത്തില് ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിൽ അന്ന് നമ്മളെ ചേരിചേര രാജ്യമെന്ന് പറയുമ്പോൾ നമ്മള് അന്നത്തെ കോൾഡ് വാർ പീരീഡില് അമേരിക്കയ്ക്ക് ബദലായ ലോക ശക്തിയായ USSRുമായിട്ട് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി ഒപ്പുവെച്ചു. മിലിറ്ററി പാക്ട് അല്ല, പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റിയിൽ തന്നെ മിലിറ്ററിപരമായ സഹകരണം പറയുന്നുണ്ട്. അതായത് എന്റെ സുഹൃത്ത് എന്നുള്ളത് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എനിക്ക് സഹായിക്കണം. അപ്പൊ ഇൻഡയറക്ട്ലി അതൊരു മിലിറ്ററി പാക്ട് ആയിരുന്നു. ആ മിലിറ്ററി പാക്ട് ഒപ്പുവെക്കുന്നത് ഓഗസ്റ്റിലാണ്, യുദ്ധം വരുന്നത് 71 ഡിസംബറിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സോവിയറ്റ് യൂണിയന് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാൻ ബാധ്യസ്ഥനാണെന്നുള്ളതാണ്, അല്ലാതെ ഒരു ഇതല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അമേരിക്കയോട് സഹകരിക്കുന്ന ഒരു സമീപനമായിരുന്നെങ്കിൽ ഒരുപക്ഷെ അമേരിക്കയുടെ നിലപാട് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടത് നമ്മൾ എല്ലാ കാലഘട്ടത്തിലും വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിച്ചത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ താല്പര്യമാണെന്ന് ഞാൻ വിചാരിക്കില്ല. കാരണം 1979 ഈജിപ്റ്റ് ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം തുടങ്ങി അംഗീകരിക്കുകയും ചെയ്തു. അവർ തമ്മിൽ പിന്നീട് സംഘർഷം ഉണ്ടായിട്ടില്ല. ജോർഡൻ ആ തരത്തിൽ ക്യാമ്പ് ഡേവിഡ് കരാറിന് ശേഷം ഉണ്ടായത്. അപ്പം നമ്മൾ എന്ത് സമീപനമാണെന്ന് സ്വീകരിക്കുന്നത്? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ വോട്ട് ലഭിക്കുന്നതാണ് നമ്മുടെ വിദേശ നയത്തിന്റെ കാതലായ ഒരു തത്വം. അതിൽ നിന്ന് വിഭിന്നമായിട്ട് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോഴത്തേക്കും വിദേശ നയത്തിൽ അദ്ദേഹം വരുത്തിയ മാറ്റം എന്ന് പറയുന്നത് ഡിക്ലെയർഡ് ആയിട്ട് ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നാഷണൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അന്താരാഷ്ട്ര വിഷയങ്ങളെ നമ്മൾ ഒരു ധാർമ്മികതയുടെ തലത്തിലോ മറ്റ് പല രാഷ്ട്രീയത്തിന്റെ തലത്തിലോ അല്ല നമ്മൾ അവലോകനം ചെയ്യുന്നത്. നമ്മുടെ ഇൻട്രസ്റ്റ് ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇറാനും ഈ നടക്കുന്ന സംഘർഷത്തിൽ നമ്മൾ ഇറാനുമായിട്ട് നമുക്ക് നല്ല ബന്ധമാണ്.
പക്ഷേ ഇറാനുമായിട്ടുള്ള സാമ്പത്തിക ബന്ധം എന്ന് പറയുന്നത് നമുക്ക് ഏതാണ്ട് $1 ബില്യൺ താഴെയാണ്, $1 ബില്യൺ നമ്മുടെ സാമ്പത്തിക ബന്ധത്തിൽ വരുന്നത്. കാരണം ഉപരോധങ്ങൾ കാരണം നമുക്ക് ആ തരത്തിൽ പുരോഗമിക്കാൻ കഴിയും. അതേസമയം തൊട്ട് ഇറാൻ ആക്രമിക്കുന്ന 6 GCC രാജ്യങ്ങളുമായിട്ട് നമുക്ക് ഒരു വർഷം ഉഭയകക്ഷി ഈ വ്യാപാരം എന്ന് പറയുന്നത് $170 ബില്യൺ. അതിൽ ഇന്ത്യയുടെ കയറ്റുമതി, ഈ കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ കയറ്റുമതി 69 ബില്യൺ ആണ് ഈ GCC രാജ്യങ്ങളിലേക്ക്. അപ്പൊ നമ്മൾ ഇറാനിലേക്ക് കയറ്റുമതി എന്നുള്ളത് നാമമാത്രമായ കയറ്റുമതി ആണെങ്കിൽ ഇത് ആ തരത്തിൽ കൂടുതലാണ്. ഏറ്റവും. അപ്പൊ രണ്ടാമത് നമ്മളുടെ 95 ലക്ഷം ഇന്ത്യൻ പൗരന്മാരവിടെ താമസിക്കുകയാണ്. ഇപ്പൊ കേരളത്തിൽ നിന്ന് നോക്കിയാൽ കേരളത്തിന്റെ തന്നെ സമ്പദ്ഘടന തന്നെ ആശ്രയിക്കുന്നത് 28 ലക്ഷം മലയാളികൾ, 28 ലക്ഷം കുടുംബങ്ങള് അത് ഡിപ്പെൻഡ് ചെയ്യാണ്. നമ്മുടെ സമ്പദ്ഘടന എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ന് കാണുന്ന അഫ്ലുവൻസ് എന്ന് പറയുന്നത് കേരളത്തിലെ സർക്കാരുകൾ ചെയ്തതല്ല, പൂർണ്ണമായിട്ടും 70കൾക്ക് ശേഷമുണ്ടായ ഗൾഫ് പണം, ആ റെമിറ്റൻസ് ആണ്. ഇന്ന് അത് കുറച്ചുകൂടി വ്യാപ്തി യൂറോപ്പിലേക്കൊക്കെ വന്നതേ ഉള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ ഗൾഫ് എന്ന് പറയുന്നത് നമ്മളുമായിട്ട് വളരെയധികം വ്യാപാര ബന്ധത്തിലാണെങ്കിൽ മറ്റെല്ലാ തരത്തിലും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആരെ കൂടെ നിൽക്കണം? അപ്പൊ ഇന്ത്യ പ്രധാനമന്ത്രി സ്വീകരിച്ച സമീപനം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഊർജ പ്രതിസന്ധി ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത് നമ്മുടെ സാമ്പത്തിക മേഖലയിൽ നമ്മുടെ പൗരന്മാരുടെ സുരക്ഷ, നമ്മുടെ സാമ്പത്തിക രംഗത്തിന്റെ സുരക്ഷ, ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനമായിട്ട് ഘടകം. അപ്പൊ അങ്ങനെ വരുമ്പോഴേ നമുക്ക് ഇറാൻ എന്ന് പറയുന്നത് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രാജ്യമല്ല, നമ്മൾ സൗഹൃദ ബന്ധമാണ്. മാത്രമല്ല ഈ അലി ഖമേനി ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പല അവസരങ്ങളിലും ഇടപെട്ട രാജ്യമാണ്. അതായത് ഈ അടുത്ത കാലത്താണ് അദ്ദേഹം 2021 ഡൽഹിയിലെ കലാപം കഴിഞ്ഞപ്പോൾ ലോകത്തിലെ മുസ്ലിം സമൂഹത്തിന് 3 പ്രദേശങ്ങളാണ് അദ്ദേഹം മുസ്ലിം സമൂഹത്തിന് അരക്ഷിതമായി പറഞ്ഞത്. ഒന്ന് ഗാസ, മറ്റൊന്ന് മ്യാൻമാർ, മൂന്നാമത് ഇന്ത്യ. അപ്പൊ ആലോചിച്ച് നോക്കണം ഈ അലി ഖമേനിയുടെ സമീപനം എന്താണ്. അപ്പൊ അതുപോലെ കാശ്മീരിൽ ഇന്ത്യയുടെ നയത്തിനെതിരാണ് അവരുടെ നിലപാടുകൾ. നമ്മുടെ പൗരത്വ ഭേദഗതിയുടെ വിഷയം വന്നപ്പോഴും അതിലെല്ലാം ഒരു സമീപനമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറാനോട് നമ്മൾ പ്രായോഗികമായി സഹകരിക്കുന്നതിന് അപ്പുറത്തേക്ക് പോയിട്ട് നമ്മുടെ രാജ്യ താല്പര്യത്തെ ബലികഴിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇന്ത്യയുടെ പോളിസി വളരെ ശരിയായിരുന്നു. അത് മാത്രമല്ല, ഇപ്പം മറ്റ് ലോകരാജ്യങ്ങളിൽ പല സ്ഥലത്തും ഇന്ധന പ്രതിസന്ധിയൊക്കെ ഉണ്ട്. നമുക്ക് ഇന്ധന പ്രതിസന്ധിയിൽ ആകെ നമ്മുടെ ഗ്യാസിന്റെ പ്രോബ്ലം മാത്രമല്ല, മറ്റു ഓയിൽ പ്രതിസന്ധി നമുക്കില്ല സത്യത്തിൽ. ഈവൻ അമേരിക്കയിൽ പോലും ഒരുപാട് അല്ല, അതിന് നമ്മൾ പ്രധാനമന്ത്രി അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം നമ്മള് ഇന്ത്യയുടെ ഓയിൽ ഏതാണ്ട് 90% ഗൾഫിനെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു. അപ്പൊ 2022 ശേഷമാണ് ആദ്യമായിട്ട് സോവിയറ്റ് യൂണിയൻ, റഷ്യയിൽ നിന്ന് നമ്മൾ ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത്. അതിനു മുമ്പ് നമ്മൾ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ആയുധങ്ങൾ മാത്രമേ ഇറക്കുമതി ചെയ്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഇന്ത്യയുടെ 40-45% ഓയില് നമ്മൾ സോവിയറ്റ് യൂണിയനിൽ നിന്ന്, അതായത് ഉക്രൈൻ വാർ വരികയും സോവിയറ്റ് യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ചൈനയും ഇന്ത്യയുമാണ് അവരുടെ ഏറ്റവും വലിയ പങ്കാളികളായി മാറുന്നത്. ആ തരത്തിൽ അത്തരമൊരു സമീപനം, നമ്മൾ അങ്ങനെ ഒരു ഡൈവേഴ്സായ സമീപനം എടുത്തിട്ട് ഇപ്പൊ നമ്മൾ 36 രാജ്യങ്ങളിൽ നിന്ന് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കരുതൽ ശേഖരമുണ്ട്. പക്ഷേ ഗ്യാസിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ഒരു പ്രോബ്ലം, നമ്മൾ ഗ്യാസിന് 80% ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഗൾഫിൽ നിന്നാണ്, വിശേഷം ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സംഘർഷം നമ്മുടെ ഗ്യാസിനെ ബാധിക്കും. നിലവിൽ ഗവൺമെന്റ് ചെയ്യുന്നത് ഒരു കരുതൽ എന്നുള്ള നിലത്തിൽ ഗാർഹിക മേഖലയിൽ ഈ യുദ്ധം 1-2 മാസം നീണ്ടു നിന്നാലും നമ്മുടെ ഗാർഹിക മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ടാണ് മറ്റ് വ്യാവസായിക വാണിജ്യ മേഖലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇതിന്റെ ഗ്യാസിന് പ്രശ്നമില്ലെങ്കിൽ പോലും നമ്മൾ കരുതലെടുക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ചില നിയന്ത്രണങ്ങൾ ഗവൺമെന്റ് അങ്ങനെ വരുത്തിയെന്നേ ഉള്ളൂ. അപ്പൊ ആ തരത്തിൽ നമ്മൾ കണ്ടാൽ മതി. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ടത് നമ്മുടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നമ്മുടെ ഈ സോക്കാൾഡ് ഇന്റലക്ച്വൽസും അവര് കേരളത്തില് വിശേഷിച്ചും ദേശീയ തലത്തിലും എടുക്കുന്ന സമീപനങ്ങൾ രാജ്യദ്രോഹകരമാണ് പലപ്പോഴും. കാരണം നമ്മുടെ രാജ്യത്തിന് താല്പര്യം എന്താണ്? ഉദാഹരണത്തിന് വാജ്പേയി പ്രതിപക്ഷ നേതാവായ സമയത്ത് ഇപ്പൊ ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പാർലമെന്റ് അദ്ദേഹത്തിന് പ്രസംഗിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യം ഒരു പ്രതിസന്ധി നേടുന്ന സമയത്ത് അല്ലെങ്കിൽ ലോകം പ്രതിസന്ധി നേടുന്ന സമയത്ത് നമ്മൾ രാജ്യത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് പകരം ഗ്യാസ് കുറ്റിയായിട്ട് സമരം ചെയ്യാണ് ഇപ്പോൾ. അല്ല, അത് എല്ലാ രാജ്യവും. ഇപ്പൊ ഉദാഹരണം ഇസ്രയേലിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നു ചേർന്നിട്ടാണ് ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ വിയോജിപ്പില്ലല്ലോ. അപ്പൊ നമ്മള് അമേരിക്കയിൽ പോലും അന്തർദേശീയ വിഷയങ്ങൾ വരുമ്പോൾ ഇപ്പൊ തന്നെ ട്രംപിന്റെ പോപ്പുലാരിറ്റി കൂടുക ചെയ്ത് അമേരിക്കയിൽ. അപ്പൊ അത് പൊതുവെ ലോകം മുഴുവനും കാണുന്ന ഒരു പ്രവണതയാണ്. നമ്മൾ ഇന്റർനാഷണൽ പോളിസി പഠിച്ചു കഴിഞ്ഞാൽ ഈ യുദ്ധം വരുമ്പോഴും ഇതുപോലെയുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ വോയിസ് ഒന്നായിരിക്കണം. ആഭ്യന്തരമായി ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ നിലപാടുകൾ എടുക്കാം. ഇവിടെ നമ്മൾ മുസ്ലിം സമൂഹത്തെ വോട്ട് ബാങ്കായി കണ്ടുകൊണ്ട് ആണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഉദാഹരണത്തിന് കേരളത്തിലെ മതേതര രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷ
ബുദ്ധിജീവികളും രാഷ്ട്രീയക്കാരും കോൺഗ്രസും ഒക്കെ സ്വീകരിക്കുന്ന സമീപനം ദേശീയ തലത്തിലും നമ്മൾ വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഗാസയ്ക്കെതിരായി നമ്മൾ വളരെയധികം ശബ്ദം ഉയർത്തും. ഗാസയിലെ കുട്ടികളെ കൊന്നതാണെങ്കിലും മറ്റെല്ലാത്തിലും നമ്മൾ ഭയങ്കരമായിട്ടുണ്ട്. അതേസമയം 2021 മുതൽ ഉക്രൈനിലും ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ കഴിയുന്നത് ഉക്രൈനിൽ നിന്നാണ്. അവിടെ ഇതുപോലെ കഴിഞ്ഞ 4 വർഷമായിട്ട് ജീവിക്കാനുള്ള അവകാശം കുട്ടികൾക്കും അവരുടെ നാട്ടിൽ അവര് പല അയൽ രാജ്യങ്ങളിലെ അഭയാർത്ഥികളായി കഴിയാണ്. അപ്പൊ അതിനെതിരെ നമ്മുടെ നിയമസഭ പ്രമേയം പാസ്സാക്കിയിട്ടില്ല. നമ്മൾ ഒരു മെഴുകുതിരി കത്തിക്കുന്ന പബ്ലിക് പ്രോഗ്രാംസ് ഒന്നും നടത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ സെലക്റ്റീവാണ്. നൈജീരിയയിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ, അതുപോലെ സുഡാനിൽ മുസ്ലിം സമൂഹത്തിനെ തന്നെയാണ്. അപ്പം മറ്റു പല ഉദാഹരണത്തിന് നമ്മുടെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഫ്ഗാനിസ്ഥാനിലെ ഒരു 400ഓളം പേര് കൊല്ലപ്പെട്ട ആശുപത്രിയിലെ ആക്രമണം കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസും കണ്ടില്ല. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഇന്ത്യൻ ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് അപലപിക്കുകയുണ്ടായി. പക്ഷേ നമ്മളത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കാണുന്നില്ല. അപ്പം ഇത് നമ്മൾ വളരെ സെലക്റ്റീവ് ആയിട്ടാണ്. അപ്പം നമ്മൾ ഇത്തരം ചർച്ചകളിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് നമ്മുടെ രാഷ്ട്ര താല്പര്യത്തെ ഒറ്റുകൊടുത്തുകൊണ്ട് ആണ് ഇത്തരം വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്. അപ്പൊ ഇറാൻ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന സമീപനം നമ്മുടെ രാജ്യ താല്പര്യത്തിന്റെ സമീപനമാണ്. നമ്മുടെ ഭാരതീയ പൗരന്മാരുടെ 95 ലക്ഷം പൗരന്മാരുടെ ജീവനും സ്വത്തിനുടെയും സംരക്ഷണം നമ്മുടെ മുഖ്യ അജണ്ടയിൽ വരും. അതോടൊപ്പം തന്നെയാണ് ഇന്ത്യയുടെ വ്യാപാര താല്പര്യങ്ങൾ, ഇന്ത്യയുടെ ഊർജ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മൾ ഇറാനുമായിട്ട് നല്ല സൗഹൃദ ബന്ധമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുപാട് മെഡിസിൻസ് ഇവിടെ നയിക്കുകയുണ്ടായി. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യ ഗവൺമെന്റും ഇറാനും തമ്മിൽ ഒരു എഗ്രിമെന്റിലേക്ക് എത്തുകയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ ഏതാണ്ട് അവിടെ ഇപ്പോൾ അകപ്പെട്ടുപോയ 20ഓളം ഇന്ത്യൻ ഷിപ്പുകളെ ഈ വരുന്ന ദിവസങ്ങളിലേക്ക് ഹോർമൂസിലൂടെ അവര് ഇന്ത്യയിലേക്ക് വിടുന്നതിനുണ്ട്. അവരെല്ലാം തന്നെ ഓയിലായിട്ടും ഗ്യാസുള്ള ഷിപ്പുകളാണ്. ഇപ്പോൾ 6-7 ഇന്ത്യയിലേക്ക് വന്ന കപ്പലുകളെ വന്നു കഴിഞ്ഞു. ഇനി പുതുതായിട്ട് അയക്കാനായിട്ട് ഇപ്പൊ തീരുമാനമായിട്ടുണ്ട്. ആ തരത്തിൽ നോക്കുമ്പോൾ ഇറാന് പോലും ഇല്ലാത്ത പരിഭവമാണ് ഇന്ത്യ കാണിക്കുന്നത്, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടി കാണിക്കുന്നത് എന്നുള്ളതും കൂടെ നമ്മളോട് എടുത്തു പറയണം.